കൂട്ടുകാരെ, നമുക്കിന്ന് കാരമൽ ടേസ്റ്റിൽ അടിപൊളിയൊരു തരിക്കഞ്ഞി ഉണ്ടാക്കാം. അത് നോമ്പ് സ്പെഷ്യലാണ്. അത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണ തരിക്കഞ്ഞി, നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ റവ കുഴഞ്ഞു പോകുമല്ലോ, അതേപോലെ കുഴഞ്ഞു പോവാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കുടിക്കുമ്പോൾ തരിതരിയായിട്ട് വായിൽ വരുന്ന ഒരു തരിക്കഞ്ഞാണ് ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാ പറഞ്ഞാൽ 1/4 കപ്പ് റവ, 1/2 ലിറ്റർ പാല്, പിന്നെ ഒരു 6 ചെറിയുള്ളി, പഞ്ചസാര, നെയ്യ്, ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കതിനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ചട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കത്തിക്കട്ടോ. ചട്ടി ചൂടായി. നമുക്കിതിലൊരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടിട്ടോ. നെയ്യ് നന്നായിട്ട് ചൂടായ ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊരിഞ്ഞൊരു ബ്രൗൺ കളറായി വരട്ടെ. അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഉള്ളി ഈ കളറാവുമ്പോൾ ഉള്ളി ഇനി കോരിയെടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് പൊരിഞ്ഞു വരട്ടെ. ഈ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് വീർത്ത് വരട്ടെ. ഇതിനി അണ്ടിപ്പരിപ്പും മുന്തിരി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിൽ റവ വറുത്തെടുക്കാം. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. റവ നന്നായിട്ട് വറந்து ഒരു ഗോൾഡൻ കളറാവി വരട്ടിട്ട് അതുവരെ നമുക്ക് ഇളക്കാം. റവ എത്രത്തോളം വറവണോ അത്രത്തോളം തരിക്കഞ്ഞിയിലിടുന്ന റവ കുഴയില്ല കേട്ടോ. നല്ല തരിതരിയായിട്ട് നല്ല കുടിക്കാൻ നല്ല ഇതുണ്ടാവും. കരിയാൻ പാടില്ല, ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ഇതായി വരുന്നുണ്ട്, ഒരു ലേശം കൂടി ആവാനുണ്ട്. അടി പിടിക്കാതെ ഇളക്കണം. ഇത് കണ്ടില്ലേ, ഈ കളർ ആവണ വരെ വറുക്കുക. ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ ഇത് മതിയായി. ഈ കളർ മതി കേട്ടോ. കണ്ടില്ലേ, ഈ കളർ ആവണ വരെ വറുക്കുക. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഞാനിപ്പോൾ ഇത് ഇറക്കി ചട്ടിയോടെ വെക്കുകയാണ്. പക്ഷെ ഇതിനേക്കാളും കളർ കൂടുതൽ വന്നാൽ അപ്പോൾ ഇറക്കി വേറെ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇവിടെ ഒരടി നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് വെക്കേണ്ടത്. ഞാനിവിടെ വെക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് വെക്കുന്നത്. ഇനി ഉരുളി നന്നായിട്ട് ചൂടാവട്ടെ. നമുക്കിനി പഞ്ചസാര കാരമലാക്കി എടുക്കാം. അതിന് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഒന്ന് പരത്തി വെക്കാം. നന്നായിട്ട് അലിയട്ടെ. തീ ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുക്കുക. അതില്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ. അതുകൊണ്ട് പഞ്ചസാര അലിഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ അലിഞ്ഞ് ഒരു കളറായി വരട്ടെ. കട്ടിയുള്ള പാത്രത്തിൽ തന്നെ പഞ്ചസാര ഇട്ട് ഇങ്ങനെ ആക്കണം കേട്ടോ. ഒന്നുകൂടി കളറായി വരട്ടെ. ആയിട്ടില്ല. ഇതിപ്പോൾ ഇതാ ഈ കളറായി വന്നാൽ നമുക്കിതിലേനി 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ദൂരെ നിന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് അലിയട്ട്.
ഇനി ഇത് വെള്ളം നന്നായിട്ട് ചൂടായി തിളച്ചതിന് നമുക്കിതിൽ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. കണ്ട കാരമലിൻ്റെ കളറായി പാല്. ഇനി അത് നന്നായിട്ട് ഒന്ന് തിളക്കിട്ടോ. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി വറുത്ത സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ലേശം തേങ്ങ വറുത്തിട്ടാലും മതി, തേങ്ങ കൊത്ത്. ഇനി നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിനി ഇതിലൊരു 1/4 സ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളക്കിട്ടോ. റവയൊക്കെ ഇട്ട് റവയൊക്കെ വറ്റി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മധുരം എത്രയുണ്ടെന്ന് നോക്കാം. നോക്കിയിട്ട് പാകത്തിന് ഇടാം. ഇപ്പം മധുരം കുറവാണ്, ഇച്ചിരി കൂടി മധുരം ഇടാം നമുക്ക്. ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇടുക. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീ വെച്ചാൽ മതി കേട്ടോ. നല്ല തീ വെച്ചാൽ എന്തെന്ന് വെച്ചിട്ടാ വേഗം റവയൊക്കെ ഇത് പാല് കുടിച്ചെടുത്തിട്ട് വേഗം കട്ടിയായി വരും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചാൽ നമുക്ക് പാകത്തിന് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ റവ വെന്ത് കുഴയാത്ത തരിക്കഞ്ഞി റെഡിയായിട്ടോ. കാരമൽ ടേസ്റ്റുള്ള തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. നമ്മുടെ തരിക്കഞ്ഞി ഇറക്കി വെക്കുകയാണേ. വെന്ത് കുഴാവാത്ത തരിക്കഞ്ഞാണ് ഇതിട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വരണം. അങ്ങനെ നമ്മുടെ അടിപൊളി തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.